ഹലോ വാസുണ്ണ. ആ അലീന സൊല്ലുങ്ക. അയ്യോ പറ അലീന. ഇവനോട് തമിഴ് പറഞ്ഞു. ആ ഡാഡി വന്നിട്ടുണ്ട്. അപ്പൊ ഡാഡിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ജോൺ ഡാഡി വന്നല്ലേ? വന്നു. വീട്ടിലെ ലൊക്കേഷൻ അയച്ചു തരാം, നിങ്ങള് അങ്ങോട്ട് വന്നാ മതി. അലീന, ഇത് എന്ന് വെച്ചാ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു പെണ്ണ് കാണലാണ്. അപ്പൊ എനിക്കറിയാം അലീനക്ക് നാണോ മാനോ ഇല്ല. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഈ സാധാരണ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കുണിങ്ങി വരുന്നത് പോലെ കുറച്ച് നാണം അങ്ങനെയൊക്കെ കാണിച്ച് വേണം വരാൻ. മനസ്സിലായ? അപ്പൊ കറക്റ്റ് ആയിട്ട് വന്ന് ചന്ദ്രൻ ആദ്യം ഇതൊക്കെ കൊടുക്കണം. അങ്ങനെ അത് ഞാനപ്പോ അണ്ണൂന്റെ ആ വൈബ് പിടിക്കണം അല്ലേ, പഴയ മറ്റേ 90s. അതെ 90s പുള്ളി ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പുള്ളി ജെൻസി കിഡ്സിന്റെ വൈബ് അറിയാത്ത ആളാണല്ലോ പുള്ളി ഇപ്പോഴും പണ്ടത്തെ കോണാനും തോർത്ത് കൊടുത്താ നടക്കണേ. അപ്പൊ പുള്ളിയുടെ ആ ഒരു മാച്ച് ചെയ്യണം. മനസ്സിലായ? അത് സെറ്റാക്കി വേണം വരാൻ വേണ്ടിട്ട്. ഞങ്ങള് ഇവിടുത്തെ ഞങ്ങള് കൂട്ടി അങ്ങോട്ട് വരാം. എടാ നീ സ്പീക്കർ മാറ്റി. നിന്നോട് എടാ നീ എല്ലാ കാര്യങ്ങളും നോക്കി കറക്റ്റായിട്ട് ചെയ്യണം. ഞാനിപ്പോ എന്തോ പറഞ്ഞു? നിനക്ക് എന്നാ മനസ്സിലായി ഞാൻ പറഞ്ഞത്? സൊല്ലുങ്ക. എല്ലാ കാര്യത്തിലും നോക്കിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പെരിപ്പ. മനസ്സിലായി? എല്ലാ വിഷയത്തും പാത്തിട്ട് ചെയ്യണോ പറഞ്ഞ. നിനക്ക് മലയാളം ഒക്കെ അറിയാലേ ഇപ്പൊ? ഗുഡ് ബോയ്. ഓക്കേ. അവിടെ വന്നിരിക്കടാ. സ്വീറ്റ്സ്ல எல்லாமே செட் பண்ணிட்டேன். ஓகேடா. ஓகே செட். தெரியுமா ஒரு விஷயம் பெரியப்பா? சொல்லுங்க. தெரியுமா என்ன மாதிரி வேலை செய்றாங்க தெரியுமா? எல்லா பொண்ணு சொந்தக்காரங்க தாத்தா பாட்டின்னு சொல்லிட்டு எல்லாரும் விളിച്ചിട്ട് வந்துட்டாங்க. பெரியப்பா ஃபுல் ஹார்ட் வர்க். ആര്? പെരിയപ്പേ? പെരിയമ്മ എനി പെരിയമ്മ. നിന്നോട് ഞാൻ ചോദിച്ചോ? അത് നീ അവള് പറയാൻ പറഞ്ഞാണോ നിന്നോട്? ഇല്ല. അവള് പറയാൻ പറഞ്ഞോ നിന്നോട്? ഞാൻ എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്, എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. പെരിയമ്മ കഷ്ടപ്പാട് നോക്കി നാനേ പറയാ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ചന്ദ്രന്റെ കല്യാണം ജോക്കി നടത്തി കൊടുക്കുന്നു എന്ന് വിചാരിച്ച് ഇവക്ക് ഇപ്പോഴും എന്നെ കെട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതില്ല. മനസ്സിലായ? ഇവക്ക് ഇവളതൊക്കെ ചെയ്ത് ഇംപ്രസ് ചെയ്തിട്ട് ജോക്കിയുടെ അടുത്ത് പറഞ്ഞ് നേരെ ഈ അവളുടെ എന്റെ കൂടെ കല്യാണം സെറ്റാക്കാനുള്ള പരിപാടിയാ. എന്താ? എനിക്ക് ഇറുക്കണ്ട, എനിക്ക് വേണ്ട. ഏതെങ്കിലും വിധത്തിൽ കെട്ടിച്ചൂടെ അവളെ? ഇറുക്കാനാ? ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം. നീ ലൊക്കേഷൻ അയക്കുക സമയമാകുമ്പോ. കല്യാണം കിടുവാണ്. അണ്ണ എവിടാ? നമ്പർ മാറിയോ നീ? അണ്ണാ ഫോർസ് എനിക്ക് 0 തന്നില്ല. ഇവിടത്തെ തന്നില്ല. ചന്ദ്ര നീ ഇങ്ങോട്ട് വന്നേ. ഡ്രസ് ഷോപ്പിലോട്ട് പോവാ. നമുക്കൊരു ഞാൻ ഈ എലി വിദ്യാർത്ഥി ലോക്കാണ്. എന്നെ ഒന്ന് പുറത്തെടുക്കൂ. എലി വിദ്യാർത്ഥിയോടൊന്ന്. ഓ ഞാൻ വരാം. ബോയ്സ് വണ്ടി എടുക്കും ബോയ്സ്. ഒന്നും പറ്റിയില്ല. ജോക്കി വാ ജോക്കി. വരുന്നു. ഹലോ. പറയടാ. ഒരു സെക്കൻഡ് എടാ, ഞാൻ കോൾ വരുന്നു. ഹലോ. പറഞ്ഞോ. സാറേ, നമുക്കിപ്പോ ഒരു ഇത് വൈറസിനെ പറ്റി സാർ അവെയർ ആണോ? ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നുണ്ട്, ജാരു വൈറസ് എന്നുമായിട്ട്. അയ്യോ ഇല്ല. എന്ത് വൈറസാണ്? സിറ്റിയില് ഒരു ഗാരു വൈറസ് എന്നുകൊണ്ട് വൈറസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെയും ഇത് കളക്ട് ചെയ്യുന്നുണ്ട്, സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള 2-3 പേരും റൂട്ട് മാപ്പ് എടുത്ത് നോക്കിയ ടൈമിൽ അവര് സിറ്റി മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ടിവിയുടെ കവർ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലി ഒന്ന് വരുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാം സാമ്പിൾസ് കളക്ട് ചെയ്യാം. ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്നൊരു വലിയൊരു ഫംഗ്ഷൻ നടക്കുവാണേ.
നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ കല്യാണമാണ്. അപ്പോൾ അതിന്റെ പെണ്ണ് കാണൽ ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വന്ന് എല്ലാവരുടെ കൂടെ സാമ്പിൾ തരാം. അങ്ങനെ സാർ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് കളക്ട് ചെയ്തോ. ഓക്കെ ഓക്കെ ഷുവർ സാർ, ഷുവർ ഷുവർ. ഹലോ അണ്ണ, പറയടാ മോനെ, എന്ത് പറ്റി? അണ്ണ എനിക്ക് സാഹചര്യം പറ്റി ഒരു കംപ്ലൈന്റ് പറയട്ടെ അണ്ണ. പറഞ്ഞോ അണ്ണ, ഞാൻ സിറ്റിയിൽ സാവേജിന്റെ ഒപ്പം നടക്കുന്ന ഇല്ലടാ, ഇല്ലല്ല, ഞാൻ ഇവിടെ ഉണ്ട്. ആ ഫ്രണ്ടാണ് സാവേജിന്റെ. ഞാൻ അവൻ ഒരു ദിവസം ടീച്ചറിന്റെ വണ്ടി കാണിച്ചിട്ട് പറഞ്ഞ്, എടാ നീ അവിടെ പോയിട്ട് കൊമ്പനെ പൂരത്തിലേറ്റോ ചോദിക്കാൻ പറഞ്ഞു. പൂരത്തിലേറ്റോ ചോദിക്കാൻ പറഞ്ഞു സാവേജ്. എന്നിട്ടുണ്ടാ അവന്മാരെ എന്നെ ഹോസ്റ്റേജുണ്ടായി. ഇതൊക്കെ ആരിലും കേക്കൂടാ? എടാ നിനക്ക് ഓൾറെഡി അറിയത്തില്ലേ അവന്മാര് നമ്മൾ ഒരുപാട് വട്ടം തല്ലി അവന്മാർക്ക് നമ്മളെ പേര് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ലെന്ന്? അണ്ണ എനിക്കറിയണ്ണ. കൊമ്പൻ അഞ്ചാക്കാരെ കഴിപ്പിച്ചെന്നിട്ട് കഴിപ്പിച്ചല്ലേ? അഞ്ചാക്കാരൊക്കെ പിടിപ്പിച്ചല്ലേ? അവിടെ ഒരു ആന ഉണ്ടണ്ണ, അവന്റെ അണ്ണ തുമ്പിക്കായി 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 ട്രോമയൊക്കെയാണല്ലേ? പിന്നെ ഞാൻ കരുതണ്ണ. ടീച്ചറുടെ മാറാൻ എനിക്ക് ഡിസ്കൗണ്ട് മെസ്സേജ് അയക്കും. കൊമ്പനെ എത്തി കൊല്ലണത്, കൊമ്പനെ തരണത്. നിന്റെ പേരെന്താ? മാങ്ങാകോട്. മാങ്ങാകോട്. അപ്പൊ നിന്നെ ഇനി ഇന്നത്തെ ദിവസം കഴിയുമ്പോ നിന്നെ എവിടെ കണ്ടാലും അവന്മാര് തല്ലും. ഇല്ല അണ്ണ, ഞാൻ മുടിയൊക്കെ പറ്റിയെടുക്കാം. ഓ സൂപ്പർ. ആരും പിന്നെ കണ്ടില്ല, ഇതാരും കണ്ടിട്ടില്ല അധികം. നിന്റെ ലുക്ക് കണ്ടിട്ടില്ല. ഇല്ല അണ്ണ, ഞാൻ ദിവസം ലുക്ക് മാറ്റുവാണ്. അതായിരിക്കും നല്ലത് കേട്ടാ. ഓക്കെടാ, ഞങ്ങളെന്നാ പോയിട്ട് വരാം, ഞങ്ങളൊരു ചെറിയ പരിപാടിയില്ല. ഗൈസ്, നമ്മളിപ്പോ ഇവിടെ ഒരു കോൺട്രവേഴ്സി സംസാരിക്കുമല്ല, നമ്മളിവിടെ ഒരു ഇത് സംസാരിക്കുമല്ല, നമ്മളിവിടെ ആർപ്പ് ചെയ്തോണ്ടിരിക്കുക. ആ സമയത്ത് വന്ന് വാണോ MRC അണ്ടി MRC എന്നൊക്കെ പറയുന്നത് ടിവിയുടെ ഓഡിയൻസേ അല്ല, മനസ്സിലായി? അത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വാണങ്ങളാ. അവന്മാരെ എന്റെ ചാറ്റിൽ നിന്ന് ടൈം ഔട്ട് ചെയ്ത് ഹൈഡ് ചെയ്ത് വിട്ടേരെ. അങ്ങനത്തെ ഒരു ആൾക്കാർ വേണ്ട നമുക്ക്. ഇവന്മാരുടെ വിചാരം ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഇത് പറയുമ്പോ നമ്മുടെ എന്തോ വലിയ സപ്പോർട്ടർ ആണെന്ന് നമ്മളെ ധരിപ്പിക്കുന്നത് പോലെയാണ്. ഇവിടെ മര്യാദയ്ക്ക് RP കാണാൻ താല്പര്യമുള്ള ഒരാളും അത് ഇടത്തില്ല. അവര് മിണ്ടാതിരുന്ന RP കണ്ടിട്ട് പൊക്കോളും. അങ്ങനത്തെ ഒരു ഓഡിയൻസ് വേണ്ട നമുക്ക്. അവനെയൊക്കെ ഇതാക്കി വിടും. ഇടയ്ക്കിടയ്ക്ക് പറയും വാസുവിന്റെ എക്സ് ആയിരുന്നു, വാസുവിന്റെ എക്സ് ആയിരുന്നു. നമ്മളൊക്കെ തലക്ക് ഭ്രാന്തം കണ്ടാ ജോക്കി. അത് മാനസികമോ ജോക്കി? അവക്ക് മാനസികമല്ല, അതിന്റെ അപ്പുറം എന്തോ ആണ്. അവക്ക് മാനസികമോ. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും നല്ലതുപോലെ. പിന്നെ ഉറപ്പായിട്ടും കാണും ഇതുപോലത്തെ. നമ്മൾ കുഴഞ്ഞു പോകണം. ഇനി ഇതാരാ വണ്ടി ഓടിക്കുന്നത്? ഇതൊക്കെ വണ്ടി ഓടിക്കുന്നത് എനിക്ക് പക്കായതാ കേട്ടോ, എനിക്ക് ഇതായതാ. എന്നെ പോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യനെ ഉണ്ടല്ലോ, മിസ് ചെയ്തില്ല. സത്യം കേട്ടോ, നിന്നെ പോലെ ഒരു തങ്കക്കൂടത്തിനെ കിട്ടാത്തതിന്റെ ചൊറിയാടാ, മനസ്സിലായോ? ആ ദേഷ്യം എന്റെ അടുത്തും ഉണ്ട്. സത്യം. അവൾക്ക് ഇടക്കിടക്ക് എന്നെ കാണുമ്പോ അവളുടെ ഒരു നോട്ടം ഉണ്ട്, ആ ദേഷ്യത്തോടുള്ള നോട്ടം. അവളുടെ ജീവിതം തകർത്ത് എന്തോ ഞാനെന്നുള്ള രീതിക്കാണ് അവള് പെരുമാറുന്നത്. ഇപ്പൊ എന്തുവാ, അലീനയുടെ മറ്റേ കാര്യം വന്നപ്പോ ഉണ്ടല്ലോ, മുടക്കാൻ നോക്കുവള്. അതെ ഇങ്ങനെ ഇന്ന് മുടക്കാൻ നോക്കുന്നവള്. ചന്ദ്രൻ ഇതിനകത്തിട്ട് അടച്ചേക്കുവാന്നാണ് അറിഞ്ഞത്. ചന്ദ്രനെ ഇതിനകത്തിട്ട് അടച്ചേക്കണെന്ന്. എടാ എനിക്ക് ചന്ദ്രനെ കാണാം. PL ആണോ ഇത്? ചന്ദ്രനെ കാണാന്നോ? ഹലോ, ഞാൻ അകത്ത് നിൽക്കുന്നത്. നിങ്ങളാരും എന്താ വെളിയിലിറങ്ങാത്തെ? വെളിയിറങ്ങാൻ പറ്റാത്തോണ്ട്. അതെന്താ? ചന്ദ്ര, ഞാൻ അകത്തെത്തിയോ? ഞാൻ അകത്തെത്തി. ജോക്കി ബ്രോ, എടാ എന്നെ കാണാൻ വരുന്നുണ്ടോ എനിക്ക്? ചന്ദ്ര, നീ എവിടാ? സിറ്റി കത്തിയതാണോ ഞാൻ കത്തിയതാണോ? എനിക്ക് പാക്കറ്റ് ലോസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിവിടെ നെറ്റ് ഷോകുവാ. ഞാനാണോ കത്തിയത്? എല്ലാവരും കത്തിയോ? എനിക്കറിയേണ്ടത് അതാ ഗൈസ്. ഇപ്പം സിറ്റിയിൽ ഒടുക്കത്തെ DDoS അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടുത്തെ ലൈവ് പ്ലെയർ കൗണ്ട് 600 ആണ്. 600 പ്ലേയേഴ്സാണ് ഇപ്പോൾ കറൻ്റ് എക്സ്ലാൻഡിസിൽ ഈ ടൈമിൽ ഓൺലൈനിൽ കളിക്കുന്ന ആൾക്കാർ. 600 പേരെന്ന് പറയുമ്പോൾ എന്തോരം ആൾക്കാരല്ലേ? അതിലെത്ര ക്യാരക്ടേഴ്സിനെ നമുക്ക് അറിയാം ശരിക്കും പറഞ്ഞാൽ. ഫൈൻ ഔട്ട് ഫോർ ഗേറ്റ് വേ ഈസ് ബാക്ക്. അത് വന്നോ വീണ്ടും?
അത് വീണ്ടും വന്നാ? ഇവനെ ഞാൻ ഒരു വട്ടം ഓടിച്ചു വിട്ടതല്ലേ ഇവരെ. അതെന്നാലും എന്തായിരിക്കും അത്? സിറ്റി കത്തിയില്ലല്ലോടാ അത്. ഞാനാ കത്തിയാന്ന് തോന്നുന്നു. കംബാക്ക് ഈസ് റിയൽ എന്ന്. അതെന്താ സാധനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അത് നോക്കട്ടെ, ഞാൻ വരുവാ. അത് മേളിലൊരു ചെറിയൊരു ഇതെല്ലാം ഉള്ളു, അത് സെറ്റ് ആവും. സ്ക്രീൻ വന്നില്ലേ? വെയിറ്റ് ഗെയിം ക്യാപ്ചർ. ഡെല്ലോ അലേർട്ട് ബോക്സ് അല്ല ബ്രോ, ഞാൻ അതിന്റെ ഏറ്റവും മുകളിൽ അത് കൊണ്ടിട്ടേക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഡീഡോസ് എന്തുവാ? ഡീഡോസ് എന്ന് പറഞ്ഞാൽ, അതായത് ബ്രോ ഇപ്പൊ ഇത് ഒരു വാട്ടർ ബോട്ടിൽ. ഈ വാട്ടർ ബോട്ടിലിനകത്ത് 1000 ml വെള്ളമാണ് കൊള്ളുന്നത്. അപ്പം ഞാൻ ഇതിൽ 1000 ml വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ വെള്ളം തുളുമ്പി വെളിയിൽ പോകും. അതുപോലെയാണ് ഇത് സെർവർ. ഈ സെർവറിന് ഒരു പർട്ടിക്കുലർ ആൾക്കാരെ വരെ മാത്രമേ താങ്ങാനുള്ള ശേഷിയുള്ളൂ. ഈ ഡീഡോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെർവറിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഹൈ ഇൻറ്റൻസിറ്റിയിൽ അതിലേക്ക് ഈ ട്രാഫിക് ഇഞ്ചെക്ട് ചെയ്യുന്നതിന്, അതായത് നമുക്കിപ്പോൾ 1000 പേരെ താങ്ങുന്ന സെർവർ ആണെങ്കിൽ ഒരേ ടൈം ഒരു 1000-1500 പേരെ അതിനകത്തോട്ട് അടിച്ചു കയറ്റി വിടുന്നതിനാണ് ഡീഡോസ് എന്ന് പറയുന്നത്. എന്താണ് ഡീഡോസ്? ഇതാണ് ഡീഡോസ്. മനസ്സിലായോ? ഇതിലും നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഹലോ ജോക്കി, എനിക്ക് ഓൾറെഡി ഇവിടെ പാക്കറ്റ് ലോസാ ജോക്കി, ഭയങ്കര പാക്കറ്റ് ലോസാ. ഒന്നും കളിക്കാൻ പറ്റുന്നില്ല. പോക്കറ്റ് ലോസാ? പാക്കറ്റ് ലോസ്. എടാ ഞാൻ കാര്യം പറയട്ടെ, വണ്ടി കയറി, എല്ലാരും വണ്ടി കയറി, പെട്ടെന്ന് കയറി, ചന്ദ്രനാഥ് കയറി, പെട്ടെന്ന് കയറി. എന്റെ കല്യാണം ജോക്കി കയറി. അണ്ണു ആ മുണ്ടങ്ങോട്ട് വലിച്ച് കയറ്റി വെക്കങ്ങോട്ട്, കയറ്റി വെക്ക്. ഉറപ്പായിട്ടും ഞാൻ പഠിപ്പിച്ചതല്ല നിനക്ക്. എടാ നമുക്ക് ആളും തിരക്കും ബഹളം ഒന്നും ഇല്ലാത്തൊരു ഡ്രസ് ഷോപ്പ് പെട്ടെന്ന് മാർക്ക്. എടാ ആളും ബഹളം ഒന്നും ഇല്ലാത്തൊരു ഡ്രസ് ഷോപ്പ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെ? കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചന്ദ്ര, അലീനയുടെ കുടുംബക്കാരെല്ലാം വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആണോ? നീയല്ലേ പറഞ്ഞ അവളുടെ അച്ഛൻ ചത്തുപോയത്? അവളുടെ അച്ഛന് ചത്തൊന്നുമില്ല, അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഇന്ന് കണ്ട് സംസാരിച്ചായിരുന്നു ആളുടെ. ജോണിനെ കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചായിരുന്നു ഡാഡിനെ. ഇവിടെ പമ്പിടിച്ചാ പൊട്ടൂലല്ലോ. അപ്പൊ ഡാഡി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തണമെന്നാണ്. ഡാഡിയാ നമുക്ക് അച്ഛനെ കിട്ടാതിരുന്നിട്ട് കിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പക്ഷെ ബസ് ബോയ്ക്ക് കിട്ടൂല. എനിക്ക് വേണ്ട, എനിക്ക് വാസമുണ്ടല്ലോ ഷുഗർ ഡാഡി. ചന്ദ്ര ഒന്നും കൂടെ വന്നടാ. നിനക്ക് അച്ഛനെ കിട്ടിയല്ലേ? എനിക്ക് ഡാഡി കിട്ടി. ഡാഡിന്ന് വിളിക്കാനാണ് പറഞ്ഞത്. അണ്ണനൊരു അണ്ണനിപ്പോ അണ്ണ സത്യം പറഞ്ഞ രക്ഷപ്പെട്ടു. ഇപ്പൊ എലിയെ കെട്ടിയിരുന്നെങ്കിൽ അണ്ണ വീട് തന്തയിലെത്താൻ. ഇതിപ്പോ ബോണസ് ആണ്. ഇതിപ്പോ ദർശനക്ക് അച്ഛനുണ്ട്. ദർശന ഇപ്പൊ നിങ്ങളെല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ദർശനക്ക് അച്ഛനില്ല. ഇല്ല അപ്പൊ അണ്ണ വീണ്ടും തന്തയിലെത്താൻ. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അണ്ണ, അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അച്ഛനുള്ള ആരെങ്കിലും നോക്കണോ അണ്ണന് വേണ്ടിട്ട്? ഞാൻ മാട്രിമോണി ഇനിയിപ്പോ എന്റെ കാര്യം നടക്കുമല്ലേ ഇപ്പൊ എന്തായാലും. തിരിച്ചു വന്നടാ. ഞാൻ എല്ലാവരുടെ ഒരു കാര്യം പറയണേ, എല്ലാവരുടെ ഒരു കാര്യം പറയണേ.
സിറ്റിയിൽ എവിടെ നടക്കാനും പീഡിക്ക് റൈറ്റ് ഉണ്ട്. നമ്മൾ പീഡി അനാവശ്യമായിട്ട് ചൊറിയരുത്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയുക, പീഡിയുടെ അടുത്ത് അനാവശ്യമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തിനെ കണ്ടാൽ ഞാൻ എനിക്ക് ഉണ്ട്. ഏബലെ നിന്നെ എടുത്ത് കളയുവേ. കാരണം നമുക്ക് ഗാറു വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് നടക്കണ്ടല്ലോ, ഭാഗമായിട്ട് അത് ഭയങ്കര കാര്യമാണ് സാറേ, ഒന്നും പറയണ്ട. ഗോകുവിനോടൊപ്പം അത് അറിയാത്തോണ്ടാ. സിറ്റിയില് ഒരു ഹൈറാർക്കി ഉണ്ട്. ഇവന്മാരുടെ അടുത്ത് അനാവശ്യമായിട്ട് ചൊറിയാൻ പോയാൽ അടിച്ചു വാങ്ങി കിട്ടും ഗ്യാങ് സസ്പെൻഷൻ 14 ദിവസം. ഒരു സംശയമില്ല. പിന്നെ ആർപ്പിക്കകത്ത് കയറാൻ പറ്റാതെ മൂഞ്ചി വെളിയിൽ ഇരിക്കേണ്ട അവസ്ഥ വരും. നീ ഒരു മുണ്ട് ഷർട്ട് ഇട്ടാ പെട്ടെന്ന്. ഞാൻ മാറുന്നില്ല കേട്ടോ. നമ്മളാരും മാറില്ല, നമ്മളാരും മാറണ്ട. അവര് മാറട്ടെ, അവൻ മാറട്ടെ. ഇട്ടേണ്ട മോനെ. എടാ ഇത് എത്ര പേരുണ്ട് നമ്മുടെ ഗാങ്ങിലെ? മിണ്ടത് ആരും മിണ്ടത്. ഞാനിന്ന് മുണ്ടെടുക്കത്തില്ല. ഇന്ന് ചന്ദ്രനാണ് കൈസ് ഹൈലൈറ്റ്. ഇന്ന് ചന്ദ്രൻ ഹൈലൈറ്റ്. ഇന്ന് ഞാൻ മുണ്ടെടുക്കത്തില്ല. കല്യാണത്തിന് മുണ്ടെടുക്കാൻ ഇന്ന് എനിക്ക് കുറച്ച് ജെൻസി ആയിട്ട് പോണം. എനിക്ക് എന്നാലേ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അണ്ണൂനെ കൂട്ടിട്ട് 8 പേര്. എടാ നമ്മുടെ ഗ്രേറ്റ് ഗോഡ് ഫാദർ പറഞ്ഞിട്ട് ആരും വരാൻ എന്താ ഇന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല ആരെടുത്തും. ഞാൻ ഇന്നലെയാണ് പറഞ്ഞത്. പക്ഷെ നിന്നെ കുറച്ചാള് നിനക്ക് നിന്റെ ശല്യം ഇല്ലായിരുന്നല്ല. നീ വീണ്ടും വന്നാ? നീ വരാതിരിക്കണ നല്ലതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കീരി. കുറച്ചാള് വെടിവീരനായിട്ട് നടന്നു, അത് കഴിഞ്ഞ് കുറച്ചാള് ഭ്രാന്തനായിട്ട് നടന്നു. നീ വാ തുറന്നു കഴിഞ്ഞാൽ നിന്നെ ഞാനിവിടെ ഉറക്കും. ഞാൻ സംസാരിച്ചുറക്കും. നിനക്കറിയാലോടാ, നിന്റെ അറിയാലോ ജോക്കി, നിന്റെ നിമ്മുവിന്റെ പേര് വരെ എടുത്ത മനുഷ്യനായത് അറിയാലോ നിനക്ക്. നീ കൂടുതൽ സംസാരിക്കരുത് ജോക്കിയുടെ അടുത്ത്. ഞാൻ സംസാരിച്ച് അങ്ങേരി നിനക്ക് വേണ്ടി ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ഓജി ഓഡിയൻസിന് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടാ. 7 പേരുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാണക്കേടില്ല. ഒരു നാണക്കേടുമില്ല. ഞാൻ പറയട്ടെ, ബാക്കിയുള്ളവന്മാരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് സ്കൂള് വിട്ടു. അതെ, 10-35 പേരുണ്ട്. ഇവന്മാരെ തന്നെ മാനേജ് ചെയ്യാൻ പാടാ. ഈ പോണ വഴിക്ക് ജോക്കി ചെയ്തണ്ട്. ഇപ്പൊ തന്നെ ഒരു പീഡിയുടെ പുറകെ പോയി. ഇനി ഈ പോണ വഴിക്ക് ഇപ്പൊ മുമ്പേ ബാക്കി തല്ലുള്ളികളും എല്ലാം വരും. അതിന്റെ ആളുണ്ടെങ്കിൽ ഇവന്മാർ അങ്ങോട്ട് ചന്ദ്ര പക്ഷെ ഈ ഗ്ലാസ് മാത്രമല്ല, ഒരു കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് വെക്ക്. അതാ ഈ ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് വെക്ക്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ പോകുന്നു, കാണുന്നു, കാര്യങ്ങള് ഞാൻ പറയാം, എന്നിട്ട് നീ പറയാട്ടാ. കാര്യങ്ങള് പറയുന്നു, ഒരു ചായ കുടിക്കുന്നു, പിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ജയ്ഹിന്ദും കൂടെ വിളിക്കാം അവസാനം. ഇവനെ നോക്കിക്കോണം. ഞാൻ വെളിയിൽ പോയി അവിടുത്തെ കാര്യം ഒന്നും വിളിച്ച് പറഞ്ഞില്ല. ഇവൻ കേൾക്കും. ചന്ദ്രന്റെ പെണ്ണ് കാണാനാണ് നാണം എനിക്ക. പക്ഷെ അച്ഛൻ ചന്ദ്രന് മാത്രമേ കിട്ടുള്ളൂ. ചന്ദ്രൻ നമ്പർ பொண்ணு வந்து புடவை வாங்கிட்டு இருக்காங்க. ராமச்சந்திரால மேக்கப் കഴിഞ്ഞോ? കഴിഞ്ഞു, பண்ணிட்டே இருக்காங்க. மேக்கப் தான் பெரிய மாதிரி போட்டு விட்டாங்க மேக்கப். ഓ, ഒരു ലോഡും പുട്ടിയിട്ടോ കേട്ടോ. പ്രായം തിരിച്ചറിയാൻ പാടില്ല. ഓക്കേ ഓക്കേ ഓക്കേ, ഫുള്ളാ എല്ലാം സെറ്റ് ആക്കിട്ട് വിളിക്കറേ. അവിടെ പോയി എടാ ചായ കൊണ്ടുവരുമ്പോ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊന്നും വരണം. മനസ്സിലായോ? എല്ലാം ടൈമിംഗ് അനുസരിച്ച് നീ കറക്റ്റ് ആയിട്ട് ചെയ്യണം. സൗണ്ട് വരണമാ ബാക്ക്ഗ്രൗണ്ടില്. ടുട്ടുടു ടുട്ടുടുന ഏതാ പേര് சொல்ல പെരിയപ്പാ. ഇത് നീ അങ്ങനെ ശബ്ദം ഉണ്ടാക്കണ്ട. ഏതെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട് ഇട്ടാ മതി. ഓ അതുപോലെ. ഓക്കേ അതെ. ഓക്കേ ശരി. ഈ ചെറുക്കൻ ഇത് ചന്ദ്രനെ പോലെ ഒരു വിവരം ഇല്ലാത്തവനവൻ. ചന്ദ്ര, നീ വീണ്ടും ഡ്രസ് മാറിയോടാ? ചന്ദ്രൻ അല്ലടാ ഇത്. അല്ലേ? ഇത് വേറെ ആരും ഒളിഞ്ഞു. കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വന്നേ. സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇത് ആദ്യം എന്തിനു ജോക്കി? എത്ര വട്ടം ഇതെന്ന് പറഞ്ഞറിയോ എന്റെ അടുത്ത്?
എടാ ഞാൻ ഇതെന്നല്ലേടാ പറഞ്ഞു ഞാൻ അത് ജോക്കി ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുക. ഒത്തിരി വട്ടം പറഞ്ഞു, ഒത്തിരി. വേണമെങ്കിൽ പോലെ ജോക്കി, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ. വാസു അപ്പൊ എന്താ പ്രശ്നം അറിയോ, ഇത് ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ സംസാരിക്കണം. നമ്മൾ സംസാരിച്ചിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നും അപ്പൊ ഫിക്സ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് ചെറുക്കൻ പെണ്ണിന് ഇഷ്ടമാണോ നമുക്ക് അറിയണ്ടേ. അതെ 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 അതെ. പിന്നെ ഞാനൊരു കാര്യം ജോക്കി എടുത്ത് ആദ്യമേ അങ്ങോട്ട് പറയാം. ഈ ചന്ദ്രൻ അവനിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ PR വർക്ക്സ് ഒക്കെ ചെയ്ത് ക്യാരക്ടറിനെ ഒരു ഓറയിൽ കീപ്പ് ചെയ്ത് ഇങ്ങനെ വലിയ ആളായിട്ട് വെച്ചിരിക്കുക. പോലീസ് വണ്ടിയൊക്കെ മോട്ടിക്കുന്ന വലിയ ഗുണ്ട. അപ്പൊ ചന്ദ്രന്റെ പ്രൈം ആണെന്നാണ് ചന്ദ്രൻ വിശ്വസിക്കുന്നത്. അപ്പോ ചന്ദ്രൻ ഇപ്പൊ ലോക്ക് ആവാൻ താല്പര്യമില്ല. കാരണം ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവന് അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മള് മാക്സിമം ഇതങ്ങ് നടത്തുക എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് നടത്തണ്ടേ. എന്തുവാ ഇത്, അവൻ അല്ലേലും ഇല്ല അവന് ഇല്ലേലും ഇല്ല മറ്റേ ഹീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പട്ടിക്കുട്ടിയുടെ അവസ്ഥ. മനസ്സിലായോ? അവനതൊക്കെ അറിയാനുണ്ടോ? കറുപ്പ് വേണ്ട, നല്ലൊരു ദിവസം വെളുപ്പ് മതി ചന്ദ്ര. മരണത്തിന് പോവാണോടാ? ഇതിടണ്ട. കഷ്ടം. സ്വന്തം കല്യാണത്തിന് ബ്ലാക്ക് ഡ്രസ് ഇട്ട് വന്നാ ഞാൻ. എങ്ങനെ ഇവനെയൊക്കെ എന്ത് പറയാനോ? എന്ത് ബേസിസിലാണ് അതിനകത്ത് വെച്ചേക്കുന്നത്? എടാ നിന്റെ സെലക്ഷൻ ഇല്ലേ, അത് മറ്റേ തീട്ടത്തിനകത്ത് ഈച്ച. മനസ്സിലായോ? നീ ദയവിൽ സജസ്റ്റ് ചെയ്യല്ലേടാ കീരി. നല്ലൊരു ഉടുപ്പിട്ടോണ്ട് വന്നാ അതിനെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് വെളിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇടുന്നതിലൊന്നും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാവർക്കും അറിയാം. എടാ നിങ്ങൾ ചന്ദ്രൻ എടുത്തോണ്ട് ഞങ്ങളൊരു ഹൈലി കോൺഫിഡൻഷ്യൽ കാര്യം ഡിസ്കസ് ചെയ്യണം. ഹൈലി കോൺഫിഡൻഷ്യൽ നിമ്മിയുടെ പേരെടുപ്പാണ്. അവനിവിടെ നിക്കുന്നുണ്ട വീണ്ടും. മാറ്റിയില്ലല്ലേ ഇവനെ അങ്ങോട്ട് മാറിയിക്കാ. വെള്ളവും ഇതൊക്കെ തിന്നണേ കറക്റ്റ് സമയത്ത്. അയ്യോ അത് ഞാൻ കറക്റ്റ് ആയിട്ട് തിന്നുന്നുണ്ട്. വീണ് കഴിഞ്ഞാൽ അപ്പൊ ഓറ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി അത് നോക്കി ഇരിക്കുന്നത്. ആക്ച്വലി ഈ സിറ്റിയിൽ തിന്നാനും എടുക്കാനും ആക്കാനും മാത്രമേ സമയമുള്ളൂ. അപ്പൊ മാക്സിമം ലോക്ക് ആക്കാനാണ് നമ്മുടെ ശ്രമം. മാക്സിമം ലോക്ക് ആക്കണം. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നടന്നു കഴിഞ്ഞിട്ട് ഗ്യാങ്ങിലെ ഒരുത്തിനും കല്യാണം കളവണമെന്നും പറഞ്ഞ് വരരുത്. നീ എക്സ്പെഷ്യലി വരരുത്. നിന്റെ അടുത്ത് ഞാൻ ആദ്യം ഒരു 100 വട്ടം ചോദിച്ചു. മനസ്സിലായോ? ഇത് കഴിഞ്ഞാൽ ഒരു കല്യാണം ഇല്ല. ഇതാണ് ആദ്യത്തെയും അവസാനത്തെയും ഈ ഗ്യാങ്ങിലൊരു കല്യാണം. പിന്നെ കല്യാണം ഇല്ല, കളവാണം ഇല്ല, പെണ്ണില്ല, പേരില്ല, കുട്ടിയില്ല, ഒന്നുമില്ല. മനസ്സിലായോ? പിന്നെ ഇത് നടത്തി കൊടുത്തിട്ട് നിനക്ക് അതിന്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് അടിക്കണമെങ്കിൽ മുനീറേ ആ ഒരു പരിപാടി നടന്നില്ല വാസു. നിന്റെ അടുത്ത് ഞാൻ ആരും ചോദിച്ചായിരുന്നു. അപ്പം ഇത് നമ്മളെ പിള്ളേരുടെ അടുത്ത് ഇത് എത്തിക്കണം. ഇതിനാണ് ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നടന്നു കഴിഞ്ഞാൽ ചന്ദ്രന് മാത്രമേ ഉള്ളൂ പെണ്ണ്. കാരണം അവന് മറ്റേ കുട്ടിയുടെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ വളർന്ന പ്രായത്തിൽ അച്ഛൻ വേണമല്ലോ. ഒന്നാമതെ അതൊരു മുണ്ട് ചെറുക്കനാ അത്. മുണ്ട് ചെറുക്കനാ അത്. മനസ്സിലായോ? അപ്പം ഇരിക്കട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഞാൻ പറയുക, മാസം കണക്ക് അണ്ടി ഫാക്ടറിയുടെ മറ്റേ സാധനം മറ്റു സാധനം എല്ലാം കിട്ടണം. നീ കുറച്ചുകൂടെ ഫോക്കസ് ആവാനുണ്ട് വാസു. നിനക്ക് എന്തൊക്കെയോ ഒരു വന്നല്ലോ. ഇത് എന്തരടേ ഇപ്പൊ ഞായറാഴ്ച പള്ളി പോകാൻ പോകുന്നത്? ചന്ദ്ര വെള്ളം എടാ ഇവൻ എന്തരടാ ഇവന്റെ പ്രശ്നം? ഇവനെയൊക്കെ എടാ ഈ ഗാങ്ങിൽ നിൽക്കുന്ന എല്ലാരും ഇങ്ങോട്ട് വന്നേ. എല്ലാരും ഇങ്ങോട്ട് വന്നോ. ചന്ദ്ര ഒഴിച്ചു തറക്കണം എഴുതുന്നേ. ഇന്ന് ഇത്രയും പേരേ ഉള്ളൂ. ഞാൻ കാര്യമായിട്ട് പറയാം. ഇതാരാ കുക്കു? ഇതാരാ? ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ആർപിന്ന്. അവിടെ കൊറേ ആൾക്കാർ അവിടെ മേക്കപ്പ് ഇടുന്നത്, സാരി മുടി. ഇവിടെ ഒരാള് ഫുഡ്. ശരിക്കുള്ള പെണ്ണാണല്ലോ ഇത്. ജോഗി ഒരു മിനിറ്റ് ഒന്നേ. കുഴപ്പമില്ല, ഇവിടെ നിന്ന് പറയാം. ജോഗി കേക്കാവോ? ഒരു മിനിറ്റ് വാസു, ഒരു മിനിറ്റ്. ഗോകുൻ ചാടിയടാ. ഹലോ ഹലോ അസുണ്ണ. ഹലോ ഹലോ അണ്ണാ. ഉസ്മാനെ
ഹലോ എന്നെ മറന്ന്. അത് നിന്നെ ഇതാരാ പിന്നെ അണ്ണാ കില്ലാടിയ പൂസ്. ഇല്ലാടിയപ്പൂസായിരുന്നു ഇത്. ഉസ്മാനാ. എടാ ആദ്യ സൗണ്ട് കേട്ടപ്പോ ഞാൻ ഉസ്മാനാന്ന് വിചാരിച്ചടാ. എടാ ഇവിടെ ഒരു ഉസ്മാൻ ഉണ്ടടാ. ഉസ്മാന്റെ അതേ ശബ്ദമായിരുന്നു നീ തുടക്കം സംസാരിച്ചപ്പം. ഉസ്മാനോ? ആ അണ്ണാ സുഖമാണോ? ആ സുഖമാണ്. കില്ലാടിയപ്പൂസ നിനക്ക് സുഖമല്ലേ? പിന്നെ സുഖമാണ്. അണ്ണാ എത്ര നാളെ അണ്ണാ കണ്ടിട്ട്? നിന്നെ എത്ര നാളെയാടാ കണ്ടിട്ട്? ഞാൻ ഇവിടെ വരാറില്ലേ? ഞാനും ഇവിടെ വരാറില്ല, വല്ലപ്പോഴും വരാറുള്ളൂ. അല്ലേ അണ്ണാ അപ്പൊ കാണാൻ പറ്റുമോ ഒന്ന് എപ്പോഴേലും ഒന്ന്? എടാ ഇപ്പൊ നമ്മളൊരു പരിപാടിക്ക് പൊക്കോണ്ടിരിക്കുക, ഒരു പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് പൊക്കോണ്ടിരിക്കുക. അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ മില്ലറ്റ് മോഹനൻ, പുള്ളിയുടെ പെണ്ണ് കാണല. അപ്പൊ അതിനു വേണ്ടി പോകണം. വിളിക്കാം ഉറപ്പായിട്ടും. എന്റെ കൂട്ടത്തില് മറ്റേ കണ്ണാപ്പിയില്ലേ, 15 കോടി ഒന്ന് തട്ടിയെടുത്തായിരുന്നു. കണ്ണാപ്പി അല്ലേ? കണ്ണാപ്പിയും എങ്ങനെയാണ് അവൻ തട്ടിയെടുത്തത്? ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് പറയോ? അതായത് ഒരു എയറോപ്ലെയിൻ സെയിൽ, ഫ്ലൈറ്റ് യാത്ര. എടാ അവന്റെ ആരെങ്കിലും എന്തെങ്കിലും മേടിക്കൂടാ? നിനക്ക് എങ്ങനെ? അവൻ കള്ളനാണെന്ന് നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഇവനൊക്കെ പൈസ? എനിക്കറിയാം, പക്ഷെ അണ്ണാ കണ്ണാപ്പിയുടെ ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിശ്വസിച്ചങ്ങ് കൊടുത്തല്ലേ? അപ്പൊ അനുഭവിച്ചോ നീ? വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. കാണാൻ പറ്റും എപ്പോഴും ഇത് കഴിഞ്ഞിട്ട്? ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണാന്ന് നിന്നെ. ശരി ശരി ശരി. കില്ലാടി കക്കൂസ് അല്ലടാ, കില്ലാടി അപ്പൂസ്. എടാ മിസ്റ്റർ എക്സ് നമ്പർ ഡ്രോപ്പ് ചെയ്തോ കേട്ടോ. എടാ ഇങ്ങോട്ട് വന്നേ. എടാ ബാസ് ഇങ്ങോട്ട് വന്ന്. മിസ്റ്റർ എക്സ് യെല്ലോ പേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ടോ? ഇട്ടെ. ടിവിഎ ഫാമിലി പ്ലീസ് ഡ്രോപ്പ് നമ്പർ ഇൻ യെല്ലോ പേജ്. ഓക്കേ. ചന്ദ്രൻ അടുത്ത് ഒപ്പിച്ചു കാണും. ചന്ദ്രൻ ഇവിടെ നിൽക്കുമല്ലേ? യെല്ലോ പേജ് ഇതാണോ? പിക് ചാറ്റ് ആണോ യെല്ലോ പേജ്? അല്ലല്ല പേജസ്. ഓ രണ്ടെണ്ണം ഒരുമിച്ച് ഇൻസ്റ്റാൾ ആയി അറിയാതെ. രണ്ടാപ്പ് ഭയങ്കര ഡിലേ ആട്ടാ, ഭയങ്കര ലാഗ്. ഇത് എടാ ഞാനൊരു വണ്ടിക്കകത്ത് കയറി ഇരിക്കാവേ. ഞാനൊരു സാധനം കളക്ട് ചെയ്തിട്ട് വരാം. പിക്കപ്പ് ചെയ്യാ. 15 Pro Max പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും 13 Pro Maxന്റെ ലെഗസി ഒന്നും അങ്ങനെ പോയി പോകൂല. ദ ബെസ്റ്റ് എവർ ഐഫോൺ എവർ ദ ബെസ്റ്റ് എവർ ഫോൺ എവർ. 13 Pro Max ഉള്ളവർക്ക് അറിയാം. അതിന്റെ അത്രയും കിടല ഒരു ഫോൺ വേറെ ഐഫോൺ ഇറക്കിയിട്ടില്ല ഗൈസ്. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ റിഗ്രറ്റ് ചെയ്യണത് ഞാൻ അത് കൊടുത്തതില്ല. ഞാനത് ആർക്കോ കൊടുത്ത്. ഹലോ പറയടാ. വിഷമമുണ്ടോ? എന്തിന്? ജോക്കി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു തരുമോ? ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല അല്ല, എന്റെ കല്യാണം ഇല്ലെന്ന്. ആർക്കും അപ്പം അണ്ണന് കല്യാണം വേണ്ട? ഒരുപാട് ആഗ്രഹിച്ച പല കല്യാണങ്ങളും ഉണ്ട്. കല്യാണം വേണ്ട അണ്ണാ? ഹലോ Mr. Wasu? Yes. Yeah, myself KK from Mr. X. Hey KK, how are you KK? വിളിക്കുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഞാൻ KKക്ക് വേണ്ടി ഞാനോർത്ത് KK ആയിരിക്കത്തില്ല, ഞാനോർത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും ഡ്യൂട്ടിയിൽ. കാരണം KKക്ക് ഞാനന്ന് നമ്പർ തന്നായിരുന്നല്ലോ, അപ്പൊ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ യെല്ലോ പേജിലോട്ട് അവിടെ പോസ്റ്റ് ചെയ്യാൻ പോയായിരുന്നു KK. അതെ. എവിടെ ഉണ്ട്? ഞാൻ ഓഫീസിലുണ്ട്. ഗോഡ് ഫാദർ ഉണ്ടോ കൂടെ? ഗോഡ് ഫാദർ കൂടെ ഉണ്ട്. രണ്ടാളും മാത്രം ഡാമിലേക്ക് വരും. ഡാം അയ്യോ KK, ഞാൻ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫാമിലി മെമ്പറിന്റെ പെണ്ണ് കാണലായിരുന്നു. ഹൈലി കോൺഫിഡൻസിലാണ്. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ചന്ദ്രബോസ് ഇല്ലേ, ചന്ദ്രബോസിന്റെ പെണ്ണ് കാണലാണെന്ന്. അപ്പൊ KK ഞങ്ങൾ കല്യാണത്തിന് വിളിക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ KK അത്രയ്ക്ക് അടുത്ത ആളായതുകൊണ്ട് എനിക്ക് KK അടുത്ത് വിശ്വസിച്ച് എന്തും പറയാലോ. അതെ. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ബോസിനെ കുറിച്ച്. അത് പറയാൻ വേണ്ടിയിരുന്നു. ഓക്കെ, കഴിഞ്ഞ ഉടനെ ഞാൻ വിളിക്കാം ഇവിടെ സിറ്റിയിലുണ്ടെങ്കിൽ. ഓക്കെ ശരി. ചന്ദ്ര കിടിലം. എന്റെ അമ്മ സിൽക്ക് ഷർട്ടോ. ഇവിടെ എന്ത് ലുക്ക്, ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ നിനക്ക്? ഷൂ ഒഴിച്ച് ബാക്കി എല്ലാം കൊള്ളാളിയാ.
ഞാൻ അപ്പഴേ പറഞ്ഞാണ് ലോഫർ ഇടാൻ ചെരുപ്പില്ല വീട്ടിലോട്ട് കയറുമ്പോ കീരി ചിരിച്ചായിരുന്ന കീരിയിലുണ്ടോ ഇവിടെ പണ്ട് ഗോവയിൽ പോയി പണ്ട് ഓർമ്മയുണ്ടോ അവ ഇങ്ങനെ ഷൂട്ട് ഇട്ടിരുന്നത് 5000 പറ്റിയോട് പറയരുത് ഏട്ടാ കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ അവൻ ഇടിക്കും ഇവിടെ ഇട്ട് അവൻ ചിരിച്ചതിന്റെ മോനടക്കം അവിടെ നിൽക്കുന്ന കേട്ടോ അവല്ല എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി. ഞങ്ങളിതാ ഇവിടെ എല്ലാം റെഡി. ഞങ്ങളിവിടെ ചെറുക്കനെ ഒരുക്കി എല്ലാം സെറ്റ് ആക്കി കേട്ടാ. ഓക്കെ പെരുമാ കിട്ടി കൊടുക്കും. ഹലോ ഹലോ പെരിയമ്മ ഇവള. ഹലോ കേക്കോ? ഞങ്ങള് കുടുംബത്തിൽ പറഞ്ഞ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. അപ്പം ഈ ചന്ത വർത്താനം അവിടെ ദയവ് ചെയ്ത് ഇന്ന് തൽക്കാലം ഒരു ദിവസത്തേക്ക് എന്നോടുള്ള ശത്രുതയൊക്കെ മറന്ന് വേണം ബിഹേവ് ചെയ്യാൻ. ദയവ് ചെയ്ത് നല്ലൊരു ദിവസമാണ്. ഞങ്ങളെ ഒരു കുടുംബക്കാര് മൊത്തം ഇവിടെ ഉണ്ട്, നിൽപ്പുണ്ട്. നമ്മളൊരു തറവാട്ടുകാരാണേ. അപ്പം നിങ്ങളുടെ തറവാടിന്റെ പേരെന്താണ്? വെച്ചിട്ട് വരണം. തറവാടിന്റെ പേര് എലിയില്ല. അപ്പം നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ വകയിലുള്ള പിള്ളേരൊക്കെ. അപ്പൊ ആ പെൺപിള്ളേരടുത്തൊന്നും കൊഴുത്തൊരൊന്നും കാണിക്കരുത്. ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം എന്റെ പൊന്നു സാറേ ഇങ്ങോട്ട് വരാൻ. എനിക്കതിന്റെ ആവശ്യകതയില്ല. എനിക്കതിന്റെ മനസ്സിലായ? അതെ മനസ്സിലായി സാറേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ദയവ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. അവിടെ വെച്ച് വെറുതെ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് സംസാരിച്ചിതാക്കരുത്. അല്ല മിസ്റ്റർ പരന്തുവാസ്, നിങ്ങളുടെ ഈഗോയും കൂടെ കളഞ്ഞിട്ട് വേണം നമ്മുടെ. എനിക്ക് ഈഗോ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പൊ എനിക്കില്ല മിസ്റ്റർ. അപ്പൊ അത് മറക്കാനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് മറന്നു മിസ്റ്റർ പരന്തുവാസ്. അവിടെ ഇല്ലത്ത് കാണാം. എടാ സ്പീക്കർ ഒന്ന് മാറ്റൂടാ. ഇനി ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് പെരിയമ്മാവ് കിട്ട ഈ ഫോൺ കൊടുത്താൽ നിന്റെ മുട്ടുകാലി എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഷീ സ്റ്റിൽ ലവ്സ് മീ. എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയല്ല. ഐ ഡോണ്ട് ഫക്കിംഗ് കെയർ. എടാ വാ എല്ലാരും വാ. എടാ ഇല്ല എടാ ഒരു ഗരാജിൽ പോണല്ലോ. ചന്ദ്രനും ജോഗിക്ക് ഇരിക്കാൻ എനിക്കൊരു നല്ല വണ്ടി എടുക്കണം. വാ, 2 വണ്ടി എടുക്കണം. വാ മസ്താങ് എടുക്കണം. മസ്താങ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ചന്ദ്രൻ എന്റെ മസ്താങ്ങി വന്നാൽ മതി കേട്ടോ. ഞാനും ജോക്കിയും വേറൊരു വണ്ടി എടുക്കാം. എന്നിട്ട് ചന്ദ്രനെ ഒരാളെ ഡ്രൈവർ കൂടെ വേണം. ചന്ദ്രന് കറക്റ്റ് ഡോറൊക്കെ തുറന്നു കൊടുക്കണം, കുട എടുത്ത് പിടിക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. അറിഞ്ഞു ചെയ്തോണേ. ലേറ്റോ ലാസ്റ്റ് ആയപ്പോ വന്നു. പെട്ടെന്ന് വരുമോ? ഇനി നിങ്ങളൊക്കെ 1/2 നിക്കണോ? നമ്മള് കോട്ടിടണ. എടാ ഗരാജിന്റെ ലൊക്കേഷൻ പറഞ്ഞോ, പുള്ളിയെടുത്ത് അങ്ങോട്ട് വരാൻ പറ. നമ്മള് കോട്ടിടണ. നാടൻപട്ടിക്ക് ഷൂസ് ഉള്ളതിട്ടോണ്ട് വാടാ. ഫോൺ കുറച്ച് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. ഫോൺ കാരണം ഭയങ്കര ശല്യമാണ്. ചന്ദ്ര ഞാൻ ജോക്കി, നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു കാരണവര് വേണ്ട ജോക്കി. നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് അങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്തി തന്നാ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇവിടെ അറേഞ്ച് ചെയ്യണേ. ഇതിന്റെ പുറകിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതിനകത്ത് നീ പ്രസവം കഴിഞ്ഞ പശുവിന്റെ അവിടെ നടക്കണം. പിന്നെ ദേഷ്യം വരല്ലേ ജോക്കി? പിന്നെ ഇത് ഗരാജാണോ? ഇല്ല ഞാൻ വേറെ നല്ല വണ്ടി എടുത്തു തരാം നിനക്ക്. കിടില വണ്ടി ഇതിനൊക്കെ കിടില വണ്ടി ഇല്ലടാ. നീ ഇതിനകത്തോട് കേറിയടാ ചന്ദ്ര. എടാ ഇതിന്റെ ഡ്രൈവർ ആരാ? വണ്ടി എടുത്ത ഒരു വണ്ടി എടുക്കാവേ. വേറെ ഏതായിരുന്നു? ബ്രോങ്കോ എടുക്കണം. കൊടയൊന്നും വേണ്ട. ഇവരെന്താ ഉത്സവത്തിനോടൊന്നും ആനയൊന്നും അല്ലല്ലോ, പയ്യ മതി. ഇതൊക്കെ എന്താണ് ഇതൊക്കെ? ഇങ്ങോട്ട് കേറി. വണ്ടി ഒന്ന് കഴിയണമായിരുന്നല്ലോ.
എന്തിന് എടാ നമ്മളെ പവർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റോ ആയിട്ട് നടക്കുന്നേ, മനസ്സിലായോ? ചന്ദ്രൻ കുളിച്ചിട്ടില്ലല്ലോ, കുളിക്കാതെ പെണ്ണ് കാണാൻ പോകുന്ന ആദ്യത്തെ മനുഷ്യൻ. എടാ ഒരു വണ്ടിയുടെ എടുത്തു തരാടാ, ഒരു വണ്ടിയുടെ എടുത്തു തരാടാ. സൗണ്ട് കേട്ടോ, സൗണ്ട് കേട്ടോ. എടാ ഇന്നലെ ഗ്യാങ് വണ്ടി വേണ്ട, ഗ്യാങ് വണ്ടി വേണ്ട, ഗ്യാങ് വണ്ടി മാറ്റിയിട്ട് അത് സൈഡ് ആക്കുക. ഞാൻ വേണം ഒരു വണ്ടി എടുത്തു തരാം. പെണ്ണ് കാണാൻ എന്റെ കയ്യിലുള്ള എല്ലാ പൈസയും പോയി. പെണ്ണ് കാണലല്ലോ, ഓട്ടോച്ചോ. ഇല്ല അത് നമ്മൾ അങ്ങനെ ആണല്ലോ.